ഭൂതക്കുളത്തു നിന്ന് വരുമ്പോൾ തോണിപ്പാറ ഹോസ്പിറ്റലിന് മുമ്പ് ഇടയാടി ജംഗ്ഷൻ. ഇതാണ് ഇടയാടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് താഴോട്ട് ഈ കാണുന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടയാടി കായലിൽ പോകാനൊക്കും. ഇവിടെ നിന്ന് നേരെ ഈ റോഡ് നേരെ പോകുമ്പോൾ ആണ് നമുക്ക് തോണിപ്പാറ ഹോസ്പിറ്റലിൽ പോകാനൊക്കുന്നത്. ഇവിടെ നിന്ന് ഇടത് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂതക്കുളം പോകാനൊക്കും, ഊന്നിൻമൂട് പോകാനൊക്കും. ഇതാണ് ഇടയാടി ജംഗ്ഷൻ. റേഷൻ കടയുണ്ട്, ബാങ്ക് സ്കൂളുണ്ട്. നമ്മളങ്ങനെ തോണിപ്പാറ കുടുംബ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ എത്തിയിരിക്കുകയാണ്. ഊന്നുമൂട് എന്നൊരു 3 to 4 കിലോമീറ്റർ മാത്രമേ ഇവിടം വരെ ദൂരമുള്ളൂ. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സയൊന്നുമില്ല, പക്ഷേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കും. ഇതിപ്പോൾ നേരെ കാണുന്ന വഴി ഭൂതക്കുളത്തുനിന്ന് വരാൻ പറ്റുന്നതാണ്. ഇത് ഊന്നിൻമൂട്, ഹരിഹരപുരം, തോണിപ്പാറ ഇങ്ങനെ എത്താനൊക്കെ. ഞാനിവിടുത്തെ രജിസ്ട്രേഷൻ സെൻറ്റർ, നമ്മളവിടെ ഒന്ന് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഇവിടെ ഇടത് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ലബോറട്ടറി. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇവിടെയാണ് ഡോക്ടറെ കാണുന്ന സ്ഥലം. ഇത് ഇവിടുത്തെ വെയിറ്റിംഗ് ഹാള്. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ തന്നെയാണ് ഫാർമസി ഉള്ളത്. മുമ്പ് ഇതിനകത്തായിരുന്നു ഡോക്ടറെ കാണുന്ന സ്ഥലം. ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് ഇതാണ് ആ പുതിയ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ഡോക്ടറെ കാണാനൊക്കെ. നമുക്കിവിടെ ഹോസ്പിറ്റലിനകത്ത് ചെറിയൊരു കുളം കാണാൻ കഴിയും. ആ കുളത്തിനകത്ത് ആമ്പൽ പൂക്കളൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് മീനും തവളയും ഒക്കെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ആമ്പൽക്കുളം. നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് മരങ്ങളും ചെടികളും ഒക്കെ നട്ടിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഒരുവിധം ഉണങ്ങി നിൽക്കുക. എങ്കിലും നല്ല പൂക്കളും ഒക്കെ ഉണ്ട്.
നല്ല വെയിലുണ്ട്. ഏകദേശം 11 മണി കഴിഞ്ഞു.